ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങളെ. നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായി സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം എന്താണ്? യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇതിലെ എല്ലാ പോസിറ്റീവും എൻ്റെ വ്യൂസിലേക്ക് സംഭവിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 11, 21, 3, 12, 3, 1, 6, 10, 21. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്യൂറസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിളാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. നിങ്ങളുടെ എന്താണോ അഫർമേഷൻ ചെയ്തത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ്. ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മാനസികമായി തകർത്തു, നിങ്ങളുടെ വിജയത്തിലേക്ക് കടക്കുന്നതിന് ബുദ്ധിമുട്ടാക്കി ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ മൂന്നാമതൊരു വ്യക്തിയെ നിങ്ങൾ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് തേർഡ് പാർട്ടി നിങ്ങളെ തകർത്തിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ തേർഡ് പാർട്ടിയെ തകർത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഒരു വിജയം നിങ്ങൾ നേടിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ കടന്നു പോകുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഒന്ന് അവസാനിച്ചത് അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ എല്ലാം അവസാനമായി തീർന്നിരിക്കുന്നു, നിങ്ങൾക്ക് ബാലൻസിങ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് ആവാൻ പോകുന്നു. ദ സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളെ എവിടെയാണോ അതിര് കെട്ടി വരമ്പുകൾ കെട്ടി നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നത് അതിൻ്റെ മുകളിൽ കൂടി യൂണിവേഴ്സ് നിങ്ങളെ ഡിവൈൻ പവറോടുകൂടി തന്നെ നിങ്ങളെ അത് മുറിച്ച് കടന്ന് നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് തന്ന് നിങ്ങളുടെ ലൈഫിൽ സൺ ഉദിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ദ വേൾഡിൻ്റെ കാർഡ് പറയുന്നത് ഒന്ന് അവസാനിച്ചു മറ്റൊന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് സണ്ണിൻ്റെ ശോഭയോടുകൂടി തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ആരംഭിക്കാൻ പോകുന്നു. നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആദ്യം നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടിയുടെ മേളിൽ നിങ്ങൾക്കൊരു വിജയമാണ് വരുന്നത്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടായിരിക്കും, സാമ്പത്തികപരമായിട്ടായിരിക്കും. നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള വ്യക്തികൾ ഇതുവരെയും നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ ലൈഫിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെ നിങ്ങൾ തകർക്കാൻ പോകുന്നു. അവരുടെ ലൈഫിലേക്ക് ഒരു തുഫാൻ വരാൻ പോകുന്നു, ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നു. ആ കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അവരെ വിജയിക്കാൻ പോകുന്നു. അത് തേർഡ് പാർട്ടി ആയിരുന്നാലും ശരി, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നമായിരുന്നാലും. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ ലവ് തേർഡ് പാർട്ടി മാത്രമല്ല, ഫാമിലി ഉണ്ട്, വരുന്നുണ്ട്. ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇൻക്രീസ് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ സാമ്പത്തിക പുരോഗതി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ തകർക്കുന്നതിന് മറ്റ് ചില വ്യക്തികൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ മുകളിലും നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളെ എവിടെയാണോ തകർത്തിരുന്നത്, നിങ്ങൾ വിചാരിച്ചു എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് വീണ്ടും ഉയർച്ചയാണ് വരുന്നത്. നിങ്ങൾ ഡിപ്രഷനിൽ, ഈ ഒരു നിമിഷം നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഡിപ്രഷനിലായിരിക്കുന്നത്, പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യത്തിലായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതോ ജോലി വണ്ണം നിങ്ങളെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി കുറ്റക്കാരാക്കിയ ഏതെങ്കിലും നിമിഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുകയാണ്. ഓക്കെ, നിങ്ങൾ ഏതാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് വെച്ച് ഈ വീഡിയോ കാണുന്ന ലക്ഷ്യം സാധിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഉറക്കമില്ലാതാക്കിയ എന്ത് വിഷയമാണോ ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു വിജയം ലഭിക്കാൻ പോകുകയാണ്.
താങ്ക് യു യൂണിവേഴ്സ്. ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കും നിങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത്. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള സ്ഥാനമായിരിക്കും നിങ്ങളെ മറ്റൊരു വ്യക്തി ചതിച്ചുകൊണ്ട് ബ്ലാക്ക് എനർജി പടർത്തിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ തുടച്ചു മാറ്റിയത്. അതിനെല്ലാം ഒരവസാനം വന്നിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ എംപറർ വന്നിരിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഈഗോ പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റേ ജോലി സ്ഥലത്തോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇന്നേ ദിവസം 48 മണിക്കൂറിനുള്ളിൽ, ഇന്നു മുതൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഗ്രോത്ത് വരികയാണ്, ഹാപ്പിനെസ് വരികയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്, ആ കാത്തിരുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം സംഭവിക്കാൻ പോകുന്നു. സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരുന്നത്, അത് നിങ്ങൾക്ക് ലഭിക്കും. 100% ഇത് യൂണിവേഴ്സിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള റീഡിംഗ് ആണ്. ഇത് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ഒരു ആഘോഷത്തിന് കാരണമാകും. ഇതുവരെയും മറ്റുള്ളവർ നിങ്ങളെ ഭരിച്ചു നിർത്തിയിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എൻ്റെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ചില സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു അവസാനം വരുന്നു. നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്, ആ ഒരു കാത്തിരുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം ലഭിക്കാൻ പോകുന്നു. ഒരു ഓഫറാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് മാറ്റം ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മറ്റുള്ളവർ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചതിക്കുന്നതിനും നിങ്ങളുടെ ലൈഫിൽ അടിയുണ്ടാക്കുന്നതിനും വേണ്ടി മറ്റ് ചില വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം അവസാനമായിരിക്കുന്നു. അവരെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോകുന്നു. ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഇതുവരെയും നിങ്ങൾ ഒരു 4 ചുവരിനകത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ ഇനി നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സമയമാണ്. ഇനി ഇത് നിങ്ങൾക്ക് മാനസിക ധൈര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. മറ്റുള്ളവർ നിങ്ങളുടെ മുന്നിൽ മാപ്പ് പറയുന്ന സമയങ്ങൾ വന്നു ചേരാൻ പോകുന്നു. നിങ്ങളിലേക്ക് ശ്രദ്ധ കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ എന്താണ് അഫർമേഷൻ ചെയ്തത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 8 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തോ, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി അഫർമേഷൻ ചെയ്യുന്നു, നിങ്ങൾ അതിനു വേണ്ടി കഠിനാധ്വാനം ലഭിക്കുന്നു, എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള യാതൊരു കാര്യവും ലഭിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ മുൻപിൽ നിങ്ങൾ യാചിക്കുന്നുണ്ട്, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു ജോലിക്ക് വേണ്ടി, നിരന്തരമായി അവിടെ ചെന്ന് അവരുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഹാർഡ് വർക്ക് ചെയ്തത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. 2 ഓഫ് കപ്പിൻ്റെ എനർജി കൂടി കാണുന്നുണ്ട്. നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് അൺകണ്ടീഷണലായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയിലാണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കത് സാധിക്കുന്നതാണ് എന്ന്
കാണുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓവറോൾ എനർജി തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ എല്ലാ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. എല്ലാ ഗ്രോത്തും, സാമ്പത്തിക ഗ്രോത്തും, ഫാമിലി പരമായിട്ടുള്ള ഗ്രോത്തും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വന്നു ചേരാൻ പോകുന്നു. ഒരുപാട് പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. എന്ത് കാര്യമാണോ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞത് അതെല്ലാം നിങ്ങളിലേക്ക് മടങ്ങി വരാൻ പോകുന്നു. നിങ്ങളെ അവഗണിച്ച സ്ഥലത്ത് നിങ്ങളെ പരിഗണിക്കാൻ പോകുന്ന സമയം 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ച് കടന്നു പോയ വ്യക്തികളെല്ലാം നിങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോയത്? ആ സിറ്റുവേഷനിലെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്ന നിങ്ങളുടെ വേദനകൾ മാറി നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായിട്ട് വരുന്നു. നിങ്ങൾ ഒരു ന്യൂ ബർത്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾക്ക് സംഭവിച്ചത് എല്ലാം അവസാനിപ്പിച്ച് അതിനെല്ലാം ഡെത്ത് സംഭവിച്ചു കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുനർജനനമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ച എല്ലാ നെഗറ്റിവിറ്റീസിനും അവസാനമായിരിക്കുന്നു. ഈ ഒരു സമയം മുതൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവിന് സ്ഥാനമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പം ഇതാണ് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ് കൂടി എടുക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ ഈ ഒരു സമയം മുതൽ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കറണ്ട് ഫീലിങ്സുകൾ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്? ഈ റീഡിങ്ങിനെ സംബന്ധമാക്കി എനർജി അയച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. 2 ഓഫ് കപ്പ്. വാവ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. 1000 ജഡ്ജിമെൻറ്റ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വാ, എനിക്ക് വയ്യ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്താ ഹാപ്പി എനർജി വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, 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 താങ്ക് യു. നമുക്ക് നോക്കാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 2, 20, 2 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 10, 1, 8, 1, 3, 8. ഈ ഡേറ്റോ മാസമോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് എനർജി വന്നിട്ടുണ്ട്. കപ്പ് എനർജി വന്നിട്ടുണ്ട്. ഫയർ, എർത്ത്, എയർ. ഓക്കെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ്. എല്ലാ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി, വ്യൂസിൻ്റെ പേഴ്സൺ എന്ന് കാണുന്നത് 5 ഓഫ് പെൻഡിക്കിൾ. 5 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളുടെ പേഴ്സൺ. എന്ത് ബ്ലാക്ക് മാജിക് ആണോ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണെയും തങ്ങളിൽ സെപ്പറേറ്റ് ആക്കി തീർത്തത് അത് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരാൻ പോകുന്നു. അൺകണ്ടീഷണലായിട്ട് നിങ്ങളിലേക്ക് സ്നേഹമായിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ പ്രണയത്തിന് ഈ ഒരു സമയം മുതൽ സ്ട്രെങ്ത് വരാൻ പോകുന്നു. നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സണെ വീണ്ടും നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. ഇപ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നു. നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് ശരിയായില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു. ഓക്കെ, കടന്നു വരാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾ പോലും ഈ ഒരു സമയത്ത് ചെയ്തത് തെറ്റായി പോയല്ലോ, നിങ്ങളെ നഷ്ടമാക്കിയത് തെറ്റായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ജഡ്ജിമെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കാർമിക് സിറ്റുവേഷനിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ കർമ്മ പൂർത്തീകരിച്ചിരിക്കുന്നു. അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചിരിക്കുന്നു. ഇനിയും അനുഭവിക്കാൻ ബാക്കിയുള്ള പേഴ്സൺ
ഉണ്ടെങ്കിൽ, ഇപ്പോഴും തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷത്തിലിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ കർമ്മ കൂടി അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതാണ്. ആ കർമ്മ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ കാണിച്ചിരുന്നാലും വരത്തില്ല. ദ ചാരിയറ്റാണ്. കർമ്മ അനുഭവിച്ച് കഴിഞ്ഞ വ്യക്തികൾ ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് പൂർണ്ണമായിട്ടും കർമ്മ അനുഭവിച്ച് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടി വാങ്ങിച്ച് കെട്ടിയതിന് ശേഷം ഇപ്പോൾ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് ആവോളം കിട്ടിയതിന് ശേഷം കുതിരയും പിടിച്ച് വരുന്നുണ്ട്, നിങ്ങളിലേക്കാണ് വരുന്നത്. ചാരിയറ്റാണ്. എല്ലാ നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും നെഗറ്റീവ് റൂട്ടിലാണ് സഞ്ചരിച്ചതെങ്കിൽ ഇനി മുതൽ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ, നിങ്ങൾ യൂണിവേഴ്സിൽ എത്രത്തോളം വിശ്വസിക്കുന്നുവോ, ആ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരുന്നു. നിങ്ങൾ വിശ്വാസപൂർവ്വം നിങ്ങൾ എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റിയ ആ വ്യക്തികളിലേക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ദ പേജ് ഓഫ് പെൻറ്റിക്കിൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ പേഴ്സണ് എന്ത് എനർജിയാണ് ഈ ഒരു സമയം ഉള്ളത്? ദ ഫൂൾ കാർഡാണുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അഫർമേഷൻ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. വീണ്ടും കടന്നു വരുന്നതിൻ്റെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ ഒരു ഫൂളിനെ പോലെയാണ് ചിന്തിച്ചത്. വിഡ്ഢിത്തരമാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഞാൻ എടുത്ത തീരുമാനം വളരെ വിഡ്ഢിത്തരമായിട്ടുള്ള തീരുമാനമായിപ്പോയി എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം ആലോചിച്ചു കൊണ്ട് എടുത്ത തീരുമാനം വളരെ സീറോ ആയിപ്പോയി. ഒരുപാട് പ്രതീക്ഷയോടെയാണ് തേർഡ് പാർട്ടിയിലേക്കൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഇപ്പോൾ സെയിം സിറ്റുവേഷൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ പേഴ്സൺ അനുകൂലമായിട്ട് ഒരു സപ്പോർട്ടും ലഭിക്കുന്നില്ല. അവിടെ വഴക്കൊന്നും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ പേഴ്സണ് മാനസികമായിട്ടും അവിടെ യാതൊരു സപ്പോർട്ടും ലഭിക്കുന്നില്ല. അവിടെ നിന്നും തിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത നല്ലതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നിങ്ങൾ എത്രത്തോളം വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ചിന്തിച്ച് നിങ്ങളുടെ പേഴ്സൺ എടുത്ത തീരുമാനം തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തത് വളരെ വിഡ്ഢിത്തരമായിപ്പോയി എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളെയും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇത് തേർഡ് പാർട്ടിയിൽ ഇപ്പോഴും സ്റ്റില്ലായിട്ട് ആ റിലേഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് കാണുന്ന റീഡിംഗ് ആയിട്ട് അനുഭവപ്പെടുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? 7 ഓഫ് പെൻറ്റിക്കിൾ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും മറ്റു വ്യക്തികളുടെ തേർഡ് പാർട്ടി, ഇപ്പോൾ കുടുംബത്തിലുള്ള തേർഡ് പാർട്ടി ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആകാം. മറ്റ് ലവ് തേർഡ് പാർട്ടിയുടെയോ കുടുംബത്തിലെയോ ഉള്ള വ്യക്തികളുടെ ഉപദേശപ്രകാരമാണ് നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും തരാതെ മറ്റുള്ള വ്യക്തികൾക്കാണ് കൂടുതലും പ്രയോറിറ്റി കൊടുത്തതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ പെടുത്തണമെന്നും അല്ലെങ്കിൽ പ്രയോറിറ്റി നിങ്ങൾക്ക് നൽകണമെന്നും നിങ്ങൾ അതിന് യോഗ്യതയായ വ്യക്തിയാണെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കൂടെ നിന്ന വ്യക്തികളെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ സാമ്പത്തികത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ കൂടിയ വ്യക്തികളാണെന്നും നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടെ നിന്നതെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വന്ന് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ഇതുവരെയും നിങ്ങൾ ഒരുപാട് എഫോർട്ട് ഇട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആ എനർജി പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി പ്രവർത്തിക്കണം. ഈ റിലേഷനെ നന്നാക്കി കൊണ്ടുപോകാൻ എന്ത് വഴിയാണ് ഉള്ളത്, എന്ത് ഹാർഡ് വർക്കാണ് ഉള്ളതെന്ന് ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങളുടെ പേഴ്സൺ മാറ്റുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുമായിട്ട് അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെ നേരെ കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ അന്വേഷിച്ച് അറിയുന്നുണ്ട്.
എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം മെൻ്റലി സ്ട്രോങ് ആയിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മെൻ്റലി സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു. ഇതുവരെയും മറ്റുള്ള വ്യക്തികളിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സണ് ഓവർ തിങ്കിങ് ആയിരുന്നു. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്കിങ്, തേർഡ് പാർട്ടിയുടെ ഉപദേശങ്ങളും നെഗറ്റിവിറ്റീസും കാരണം, ഓവർ തിങ്കിങ് കാരണം നിങ്ങളെ നെഗറ്റീവായിട്ട് കണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് യാതൊരു ചലനവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഗ്രോത്തും ഇല്ലാതെ അവസാനിപ്പിച്ച് വെച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മെൻ്റലി സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് അവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ രാജാവിനെ പോലെ ചിന്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇതുവരെയും മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവയെ പോലെ ചിന്തിച്ചിരുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം മുതൽ രാജാവിനെ പോലെയാണ് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും. ഇനി ഞാൻ മറ്റുള്ളവരുടെ ഉപദേശത്തിലല്ല, എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവയല്ല ഞാനെന്ന് ആക്ഷൻ നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് എടുക്കുവാൻ തയ്യാറാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരാൻ പോകുന്നു. യൂണിവേഴ്സിൻ്റെ നല്ലൊരു വെട്ട് ലഭിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ബേർഡൻ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇതുവരെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സണിലേക്ക് കടന്നു വരികയും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രെങ്തോടു കൂടി, ടെമ്പറൻസിൻ്റെ കാർഡാണ്, എല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നതാണ്. ഇതുവരെയും തളർന്ന അവശയായ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ റിലേഷൻ എന്നെങ്കിൽ അതിന് ഇന്നു മുതൽ യൂണിവേഴ്സ് സ്ട്രെങ്ത് തരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് അധികാരം നിങ്ങളുടെ കരങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. എംപററാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിങ്ങളെ അവസാനിപ്പിച്ച് തള്ളിയിട്ടോ ഇനി നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ അധികാരങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു. മാനസികമായിട്ടും നിങ്ങൾ സ്ട്രെങ്ത് ആകുന്നതോടുകൂടി, നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നതോടുകൂടിയാണ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് കൂടിയാണ്. നിങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോയ വ്യക്തികൾ 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്നും വിട്ട് നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ കെയറിനെ എല്ലാം ഉപേക്ഷിച്ചാണ് അവർ കടന്നു പോയതെങ്കിൽ ഇപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇത് സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികൾക്കും സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന വ്യക്തികൾക്കുമാണ്. ഇപ്പോഴും കരഞ്ഞ് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾക്ക് റെസനേറ്റ് ആകത്തില്ല. അങ്ങനെയുള്ള വ്യക്തികൾ നോക്കിയിട്ടും കാര്യമില്ല. ഇത് സ്ട്രെങ്ത് എടുത്തവർക്ക് മാത്രമാണ്. നമ്മൾ ചുമ്മാ റീഡിങ് കണ്ടതുകൊണ്ട് മാത്രമല്ല ഇതിൽ പറയുന്ന കാര്യങ്ങളും അതുപോലെ ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പേഴ്സൺ അവരിലേക്ക് കടന്നു വരുന്നതാണ്. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ കടന്നു വരും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളെ വിട്ട് വന്നതിൽ നിങ്ങളുടെ പേഴ്സൺ എവിടേക്കാണോ കടന്നു ചെന്നിരിക്കുന്നത് അവിടെ നിങ്ങളുടെ പേഴ്സണ് 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അവിടെ അടിയും ബഹളവും തേർഡ് പാർട്ടി ആരാണോ, അപ്പോൾ ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ അവർക്കൊരു ബാധ്യതയാണ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് അവരെന്തിനെയാണോ സെലക്ട് ചെയ്തത് അതായിരുന്നു അവർക്ക് ഏറ്റവും വലിയ കോടാലിയായി തീർന്നിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട് നിങ്ങളിലേക്ക്. എത്രയും പെട്ടെന്ന് തന്നെ യൂണിവേഴ്സ് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ എനർജി കൂടി എടുക്കട്ടെ. 2 കാർഡാണ് ഇന്ന് എടുക്കുന്നത്. നിങ്ങളുടെ എനർജിയിൽ റീഡിങ് കൂടുതലാവുന്നത് കൊണ്ട് ചില വ്യക്തികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ സ്കിപ്പ് ചെയ്യുക, ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് കാണുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് ഉള്ള എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഇന്നേ ദിവസം കടന്നു പോകുന്നത്? ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെയും എൻ്റെ കാർഡിനെയും ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. വാവ്,
താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂസ് ഇത്രയും സ്ട്രോങ് ആയി തീർന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻ്റെ വ്യൂസ് ഒരു സണ്ണിനെ പോലെ വാവ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. ചില വ്യക്തികൾ സൂര്യനായി കഴിഞ്ഞു, മറ്റു ചില വ്യക്തികൾ സൂര്യനാവാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വിഷമങ്ങളുണ്ട്, ആ വിഷമങ്ങളിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. ആ വിഷമങ്ങൾ, ഇവിടെ ഉള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു. ഈ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു. ഞാൻ സമാധാനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള എൻ്റെ ഓവർ തിങ്കിങ്ങും എൻ്റെ വിഷമങ്ങളും എല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ശ്രമിക്കുന്നു എന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ തീരുമാനിച്ചിരിക്കുന്നു. അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് നിങ്ങൾ ഈ കടന്നു പോകുന്നത്. മറ്റു ചില വ്യക്തികൾ അവരെന്താണോ അവർക്ക് അനുഭവിച്ചിരുന്നത്, ആ അനുഭവിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അവർ പുറത്ത് വന്നിരിക്കുന്നു. അവർ ഫുൾ ഫ്രീ ആയിരിക്കുന്നു. ഇതിൽ ആരാണ് സണ്ണെന്നും ആരാണ് 6 ഓഫ് സോഡ് എന്നും ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. സൺ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു വലിയ ഉദയമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 6 ഇപ്പോഴും ചെറിയ വിഷമങ്ങളുണ്ട് എങ്കിലും ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു. മൂവ് ഓൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളിലും പുതുതായിട്ട് തന്നെ അത്ഭുതം സംഭവിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. സണ്ണാണ് ഇപ്പോൾ ഈ പറഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. ഈ പൂർണ്ണമായിട്ടും ഫ്രീ ആയ വ്യക്തികളുടെ ലൈഫിലാണ് ഈ 48 മണിക്കൂറിനുള്ളിൽ സംഭവം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും, പക്ഷേ കുറച്ചുകൂടി താമസിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും. നെഗറ്റിവിറ്റി പൂർണ്ണമായി ഒഴിവായെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കടന്നു വരാൻ കഴിയുകയുള്ളൂ. ഓക്കെ, 2 ഓഫ് സോഡിൻ്റേതാണ്. നിങ്ങൾ കടന്നു പോകണമെന്ന് ചിന്തിക്കുന്നെങ്കിലും തിരിഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വീണ്ടും നോക്കുന്നുണ്ട്. നിങ്ങൾ 2 മനസ്സോട് കൂടി ഇരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും കടന്നു പോയെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ഈ പറഞ്ഞ 48 മണിക്കൂറിലെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. ഓക്കെ, ചില വ്യക്തികൾ എനിക്ക് മൂവ് ഓൺ ചെയ്യണം, പിന്നും നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, പിന്നും തിരിഞ്ഞു നോക്കുന്നുണ്ട്. പേഴ്സൺ വിളിക്കുമോ, അല്ലെങ്കിൽ പേഴ്സൻ്റെ ലാസ്റ്റ് സീന് ഓൺലൈനിലുണ്ടോ, അവരുമായിട്ടാണോ തേർഡ് പാർട്ടിയുമായിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും നിങ്ങൾ നോക്കുന്നു. പിന്നും വിചാരിക്കും മൂവ് ഓൺ ചെയ്യണമെന്ന്, പിന്നും നെഗറ്റീവ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, പൂർണ്ണമായിട്ടും നിങ്ങളത് വിട്ടുകളയുക. നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? അയ്യോ, എടുത്തോളാം. ക്യൂൻ ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, 2 ഓഫ് വാൻസ് വന്നിട്ട് വലിയൊരു എനർജി ഇല്ല. എന്തായാലും സണ്ണിൻ്റെ കാർഡിന് 48 മണിക്കൂറിനുള്ളിൽ ഇത് സംഭവിച്ചിരിക്കും. ഞാൻ എടുത്തിരിക്കുന്ന കാർഡ് പൂർണ്ണമായിട്ടും സംഭവിച്ചിരിക്കും. ഒരു യാത്രയാണ്. നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട് നിങ്ങളിൽ നിന്നും അകൽച്ചയാണ് എങ്കിൽ നിങ്ങളുമായിട്ട് മാനസികമായി ഒത്തൊരുമിക്കാൻ പോകുന്നു. ശാരീരികമായി അകൽച്ചയാണെങ്കിലും നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ക്യൂൻ ഓഫ് കപ്പാണ്. നിങ്ങളിലേക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. മറഞ്ഞിരുന്ന സ്നേഹം, ഇതുവരെയും മറ്റ് ചില വ്യക്തികളാൽ നിങ്ങളുടെ സ്നേഹത്തെ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ സൂര്യനാണ് വന്നിരിക്കുന്നത്. മറഞ്ഞിരുന്നതെല്ലാം തെളിഞ്ഞു വരാൻ പോകുന്നു. ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ മറച്ചു വെച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് നിങ്ങളോട് പ്രകടമാക്കാതിരുന്നു എങ്കിൽ, ഇപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ സണ്ണാണ് വന്നിരിക്കുന്നത്. എല്ലാ അസത്യങ്ങളെയും സത്യം വന്ന് തീ കൊളുത്തുന്ന സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. സൺ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ലൈഫിൽ ഉദയം 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 പ്രകാശത്തിൻ്റെ സമയമാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.